ഇത് ചോറ്. ദേ കപ്പങ്ങാത്തോറ് കണ്ടിട്ടില്ലേ? അങ്ങനെ നോക്കണ്ട, മീനൊന്നും ഇല്ല. ഇന്ന് 2 മാസത്തേക്ക് മീനില്ല. ട്രോളിംഗ് നിരോധനമാണ്. അല്ലേ തന്നെ എന്തോ ചെയ്തിട്ടാണ് ഈ തിന്നണത്. ആരേലും വന്നൊന്ന് കുരക്കത്ത് പോലും ഇല്ല. വേണത്തിന് വെച്ച് പോടാ പട്ടി. ഇത് എന്തുവാടാ ഇരുത്തി അങ്ങ് അപമാനിക്കുവാണല്ലോ. പിന്നെ അപമാനമൊക്കെ എനിക്ക് അല്ലേ വേണ്ട, പുല്ലാണ്. ഈ മീൻ ചാറില്ലാതെ ചോറ് അങ്ങനെ തിന്നാനാണ്. എല്ലാ ദിവസവും ഈ തള്ള സാമ്പാറും ചോറും തരും. പിന്നെ പപ്പായത്തോരനും. അത് ശരിക്കും അവർക്കാണ് കൊടുക്കേണ്ടത്. വല്ലാത്ത ക്രിമികടിയാണ് അവർക്ക്. ഒരു നിനക്ക് അകത്തുനിന്ന് സ്പെഷ്യൽ വല്ലതും കിട്ടുന്നുണ്ടാടി? എവിടെന്ന്? എനിക്കും ഈ ശാമ്പാരും ചോറും. നേരത്തെ ആ പെങ്കൊച്ച് ഹാർലിക്സ് ബിസ്ക്കറ്റ് തരുമായിരുന്നു. ഇപ്പൊ അത് കുറെ പൂപ്പലടിച്ച 10 രൂപയ്ക്ക് 10 പാക്കറ്റ് ഇട്ടിട്ട് എന്തോ കുറഞ്ഞ സാധനം തരുന്നത്. ഓ, അത് കാണുമ്പോ തന്നെ ഛർദിക്കാൻ പറ്റും. ഛർദിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. അതെങ്ങനെ? വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല, ഇവിടെ മീൻ പിടിക്കുന്നതിന് മാത്രമല്ല ഈ ബോളിംഗ് നിരോധനം. ബോളിംഗ് അല്ല, ട്രോളിംഗ്. അത് തന്നെ. ഇറച്ചിക്ക് ബോളിംഗും ട്രോളിംഗും ഒന്നും ഇല്ലല്ലോ. ഇച്ചിരി ഇറച്ചി മേടിച്ച് കഴിച്ചു തന്നാൽ എന്താ ഇവർക്ക്? ഒന്നും വേണ്ട. അത് കഴിച്ചാൽ വെള്ളം എതിര് തന്നാൽ മതിയല്ലോ. വരട്ടകൾ. ഞാൻ ഇവിടെ ഇങ്ങനെ പോവാടാ. ഈ വീട്ടിലെ ലൈഫ് സാലായി തുടങ്ങി. നീ കുറെ നാളായില്ല പോണെന്ന് പറയുന്നത്. ഇതുവരെ പോകാത്ത എന്താണ്? പിന്നെ ആരെങ്കിലും പിടിച്ചു വെച്ചാ ഇവിടെ? നീ കളിയാക്കണ്ട. നല്ലൊരു വീട് സെറ്റായ ഞാൻ കാണും. എടാ, വീടൊക്കെ റെഡി ആകുന്നുണ്ട്. എൻ്റെ ഒരു വല്യമ്മയുടെ മോൾ ഒരു റിച്ച് ഫാമിലിയുടെ കൂടെ ഉണ്ട്. എപ്പോ കണ്ടാലും ചെല്ലാൻ പറയും. നീ കൂടുതൽ കളിയാക്കണ്ട. എനിക്ക് പോവാൻ സമയം കിട്ടാത്തോണ്ടാ. പിന്നെ ഇവിടുത്തെ ജില്ലാ കളക്ടറല്ലേ നീ? സമയം കിട്ടാതിരിക്കാൻ ഒന്ന് ബോഡി വെറുതെ ബോടിക്കാതെ. അതൊന്നുമല്ല. പക്ഷെടാ, അവിടെ ഒരു കണ്ടനുണ്ട്. അവൻ ഇച്ചിരി ഭക്ഷണനാടാ. അതാ ഞാനവിടെ പോകാത്ത. പിന്നെ എങ്ങനെയാണ് നിന്റെ കുഞ്ഞമ്മയുടെ മോള്? വല്യമ്മയുടെ മോള്. വല്യമ്മയുടെ മോള് അവിടെ നിൽക്കണത്? അവൻ അവളുടെ കെട്ടിയവനായി പോയില്ലേ. അതൊക്കെ പോട്ടെ. നിനക്ക് ഇത്തിരി നോൺ വെജ് തിന്നോ തോന്നുന്നുണ്ടോ? കൂടെ നിൽക്കാമെങ്കിൽ വഴിയുണ്ട്. പാതി പാതി, അതായത് 50-50. ഓക്കെയാണോ? ചെന്ന് ചോദിച്ചാ പോരെ. എവിടെ കിട്ടും ഇത്? എന്ത്? അല്ല, നോൺ എവിടെന്നോ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എടുത്തു വെച്ചിരിക്കുമല്ലേ ഉടനെ എടുത്ത് ചെന്ന് വിഴുങ്ങാൻ. എടാവേ, ഇത് കുറച്ച് സാഹസികത ആവശ്യമുള്ളൊരു പണിയാണ്. ആദ്യം ഇതിനൊക്കെ ഒരു പ്ലാൻ തയ്യാറാക്കണം. വീട് പണിയായിരിക്കും. അല്ല, പ്ലാനൊക്കെ തയ്യാറാക്കണോണ്ടേ ചോദിച്ചതാ. നിനക്ക് നോൺ വെജ് വേണോ വേണ്ടേ? അത് പറ. അത് വേണം. എന്നാ ഈ മുണഞ്ഞ തമാശയൊക്കെ മാറ്റി കാര്യത്തിലോട്ട് വന്ന്. അതായത് ഞാൻ ഉദ്ദേശിച്ച നോൺ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അയ്യോ, കോഴി ഫാമിലി. അതൊന്നും ശരിയാവില്ല. ഓ, കിടന്ന് തൊള്ള തുറക്കാതെ ഞാൻ പറഞ്ഞു വരട്ടെ. പൂനാപ്പെടാളാണെ ഞാനില്ല. അവരേക്ക് കൂടപ്പുറപ്പുകളെ പോലെയാണ്. ഈ നായിന്റെ മോൻ. എടാ, ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. പറ. പൂവനും വേണ്ട, പെടകളും വേണ്ട. പക്ഷെ അവരുടെ മുട്ട എടുക്കാമല്ലോ. അയ്യോ, മുട്ടയാ? ഒന്ന് പതുക്കെ പറയടാ. അയ്യോ, മുട്ടയാ? അതെ, മുട്ട. അതിനാ നിനക്ക് മുട്ട ഇറങ്ങത്തില്ലേ? പിന്നെ എനിക്ക് മുട്ട ഇഷ്ടമൊക്കെയാണ്. അയ്യോ, ആ നാണിച്ചിരിക്കണ കണ്ടില്ലേ ഒരൊറ്റ കുത്ത്. എടാ വേടം പട്ടി, ആ കാണുന്ന കൂട്ടിലാണ് നമുക്ക് ആവശ്യമായ മുട്ട. അതറിയാലോ? അയ്യോ, അത് കോഴിക്കോടല്ലേ? അല്ല, താജ്മഹല്. നീ കണ്ടിട്ടില്ലേ? അതാ. ഓഹോ, ഈ നായിന്റെ മോനെ കൂട്ടി മുട്ട മോട്ടിക്കാൻ പുറപ്പെട്ട എങ്ങനെ പറഞ്ഞാ മതി എന്നെ? മോട്ടിക്കാനാ? അതെ, മോട്ടിക്കണം. അല്ലാതെ ചെന്ന് ചോദിച്ചാൽ മുട്ട എടുത്തു തരാൻ നിന്റെ അമ്മയുടെ വരുന്നല്ലോ. അത് അയ്യേ, മോട്ടിക്കാനൊന്നും ഞാനില്ല. ഞാൻ ഈ വസ്തുവൊക്കെ സംരക്ഷിക്കേണ്ടവനല്ലേ. ഈ വേലി തന്നെ വളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ പോലെ ആവൂലേ? അയ്യോ, വേലി വളഞ്ഞിരിക്കുവല്ല, മലന്ന് കിടക്കുക. പട്ടി, നിനക്ക് മുട്ട തിന്നണോ? ഈ ഉണക്കച്ചോറും ത്രിവേടിത്തോരനും കൂടി തിന്നാ മതിയാ? മുട്ട തിന്നണം, പക്ഷെ മോട്ടിച്ചാൽ നമ്മൾ നരകത്തിൽ പോകുന്നാ പറയുന്നേ. ആര്? എന്റെ അമ്മ പറഞ്ഞായിരുന്നു പണ്ട്. മോട്ടിച്ചാൽ നരകത്തിൽ പോണോടാ. ഈ ഉണക്കച്ചോറും ചാമ്പാറും വിഴുങ്ങി സ്വർഗത്തിൽ ചുറ്റിച്ചെന്തിനാ?